എല്ലാവർക്കും നമസ്കാരം. ഒരു സ്കൂൾ അടഞ്ഞു കിടക്കുമ്പോൾ അവിടുത്തെ ക്ലാസ് മുറികളും ബെഞ്ചുകളും ബ്ലാക്ക് ബോർഡുകളും ലൈബ്രറിയിലെ പുസ്തകങ്ങളും കളിസ്ഥലവുമൊക്കെ കുട്ടികളുടെ കളിയും ചിരിയുമൊക്കെ കാത്തിരിക്കുകയാണെന്ന് തോന്നാറുണ്ട്. ആ കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് സ്കൂളുകൾ ഇതാ വീണ്ടും നാളെ മുതൽ തുറക്കുകയാണ്. നീണ്ട കുറേ ആഴ്ചകളുടെ സന്തോഷകരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള മാധുര്യമേറിയ അവധിക്കാലം അങ്ങനെ അവസാനിക്കുകയാണ്. രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ട തിരക്കുകളില്ലാതെ, സ്കൂൾ ബാഗിൻ്റെ ഭാരമില്ലാതെ, ഹോംവർക്കുകളുടെ സമ്മർദ്ദമില്ലാത്ത ചില ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയത്. ഇനി അങ്ങനെ അവധിക്കാലം കഴിഞ്ഞ് സ്കൂൾ തുറക്കുകയാണ്. ചിലർ യാത്രകൾ ചെയ്തു, ചിലർ ബന്ധുവീട്ടുകളിലേക്ക് പോയി, മറ്റു ചിലർ പുസ്തകങ്ങൾ വായിച്ചു, ചിലർ പ്രകൃതിയെ അടുത്തറിഞ്ഞു, മറ്റു ചിലർ തൻ്റെ കുടുംബത്തെ അടുത്തറിയുകയും ആ കുടുംബത്തിൻ്റെ മാധുര്യം നുകരുകയും ചെയ്തു. അങ്ങനെ ഒരു അവധിക്കാലം കഴിഞ്ഞു പോവുകയാണ്. ഈ ഒരു അവധിക്കാലം എന്ന് പറയുന്നത് വെറും ഒരു ഇടവേളയല്ല, നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള, നമ്മുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ സാധ്യതയുള്ള, കുറേയധികം സ്കൂളുകളിൽ നിന്ന് ലഭിക്കുന്നതിൽ കൂടുതലധികം കാര്യങ്ങൾ, ജീവിത പാഠങ്ങൾ നൽകുന്ന, അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ അവധിക്കാലം എന്ന് പറയുന്നത്. ആ ഒരു അവധിക്കാലത്ത് നമുക്ക് പല മൂല്യങ്ങളും ലഭിക്കുന്നു. സൗഹൃദത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും സമയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ബന്ധങ്ങളുടെ മൂല്യത്തെക്കുറിച്ചും നമ്മെ ബോധവാന്മാരാക്കുന്നു. ഒരു പുഴ കടലിൽ ചേരുന്നതിന് മുൻപ് ഒഴുകുന്ന വഴികളിലൂടെ, അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയും. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു അവധിക്കാലം എന്ന് പറയുന്നത് വെറും ഒരു ഇടവേള മാത്രമല്ല, അത് നമ്മുടെ വളരുന്നതിൻ്റെ ഒരു ഘട്ടം കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ യാത്രയ്ക്കും അവസാനമുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ അവധിക്കാലവും അവസാനിക്കുകയാണ്. ആ അവസാനിക്കുന്ന നിമിഷത്തിലും പുത്തൻ ഉണർവുകൾ നൽകിക്കൊണ്ട്, പുത്തൻ അറിവുകൾ നൽകിക്കൊണ്ട് ഇതാ നമ്മുടെ സ്കൂളുകളുടെ വാതിൽ തുറക്കുകയാണ്. സ്കൂൾ എന്ന് പറയുന്നത് വെറും 4 ചുമരുകൾ മാത്രമുള്ള ഒരു കെട്ടിടമല്ല, മറിച്ച് അറിവിൻ്റെയും പ്രതീക്ഷയുടെയും ആത്മവിശ്വാസത്തിൻ്റെയും സ്വപ്നങ്ങളുടെയും ഒരു നേർചിത്രമാണ്. അവിടെ നമുക്ക് പരീക്ഷകളും അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന പല പാഠങ്ങളും, കൂടാതെ തന്നെ വിജയവും തോൽവിയും ഒക്കെ സംഭവിക്കാറുണ്ട്. കൂടാതെ അവ നമുക്ക് പല അനുഭവങ്ങളും ജീവിത മൂല്യങ്ങളുമാണ് സമ്മാനിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഓരോ കുട്ടിയും പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഒട്ടേറെ പ്രതീക്ഷയോടെ, ഒട്ടേറെ സ്വപ്നങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ സ്വപ്നങ്ങൾ നിറവേറണമെങ്കിൽ തീർച്ചയായിട്ടും പരിശ്രമവും ആത്മവിശ്വാസവും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ചേക്കേറിയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു വിജയം സഫലമാക്കാൻ വേണ്ടി സാധ്യമാകുകയുള്ളൂ. അപ്പോൾ പുതിയ യൂണിഫോം ധരിച്ചുകൊണ്ട്, പുതിയ പുസ്തകങ്ങളും കയ്യിൽ പിടിച്ചുകൊണ്ട്, പുതിയ പ്രതീക്ഷയോടെ, സ്വപ്നങ്ങളോടെ ഓരോരുത്തർക്കും വിജയവും നല്ല അനുഭവങ്ങളും നല്ല ജീവിത പാഠങ്ങളും എല്ലാം നേടിക്കൊണ്ട് പുതിയൊരു അധ്യയന വർഷം നല്ല സന്തോഷത്തോടെ നല്ല വിജയങ്ങൾ സമ്മാനിക്കുന്ന രീതിയിലേക്ക് കടക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.